വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പകർത്തി വെച്ചിട്ടുള്ള കുറച്ച് PDF ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിത് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്വന്തമായി ഔദ്യോഗിക മൃഗമുള്ള ആദ്യത്തെ നഗരം ഏതാണ്? സ്വന്തമായി ഔദ്യോഗിക മൃഗമുള്ള ആദ്യ നഗരം ഗുവാഹത്തിയാണ്. അടുത്തത്, ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചീയപ്പാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാ പറയണേ? ചീയപ്പാറ വെള്ളച്ചാട്ടം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, തിരുവിതാംകൂർ ഈഴവസഭ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂർ ഈഴവസഭ. ആരാണ് തിരുവിതാംകൂർ ഈഴവസഭയുടെ സ്ഥാപകൻ? ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകൂർ ഈഴവസഭ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അടുത്തത്, ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ ആണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന വ്യക്തി ബിപിൻ ചന്ദ്രപാൽ ആണ്. അടുത്തത്, സൂര്യനെ കുറിച്ചിട്ടുള്ള പഠനത്തെ എന്ത് വിളിക്കുന്നു? ഹീലിയോളജി. സൂര്യനെ കുറിച്ചുള്ള പഠനമാണ് ഹീലിയോളജി എന്നത്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം ഭോപ്പാലാണ്. അടുത്തത്, ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആരാണ്? രാജ രാമണ്ണ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജ രാമണ്ണയാണ്. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണ്? ശക്തൻ തമ്പുരാനാണ്. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. നഗ്നപാതനായ ചിത്രകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? MF ഹുസൈൻ ആണ്. നഗ്നപാതനായ ചിത്രകാരൻ ആരാണ്? MF ഹുസൈൻ ആണ്. കേരളത്തിൽ ഏറ്റവും അധികം പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ല. കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. അടുത്തത്, അന്തർദേശീയ ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നാണ്? മെയ് 17 അന്തർദേശീയ ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഡീസൽ. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസൽ ആണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജമാറ്റം എന്ത്? യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കുന്നു. ജനറേറ്ററിൽ ഏത് പ്രവർത്തനം നടക്കണേ? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയാണ്? ശിവജി. അഷ്ടപ്രധാൻ ആരുടെ മന്ത്രിസഭ? ശിവജിയുടെയാണ്. ഇന്ത്യൻ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആര്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ഇന്ത്യൻ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. അമൃത്സർ പട്ടണം നിർമ്മിക്കാൻ സ്ഥലം നൽകിയ മുഗൾ രാജാവ് ആരാണ്? അക്ബർ ആണ്. അമൃത്സർ പട്ടണം നിർമ്മിക്കാൻ സ്ഥലം നൽകിയ മുഗൾ രാജാവ് അക്ബർ ആണ്. ഹിറ്റ്ലർ ജർമ്മൻ ചാൻസലർ ആയ വർഷം എന്നാണ്? 1933. ഹിറ്റ്ലർ ജർമ്മൻ ചാൻസലർ ആയത് 1933. സിമന്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജോസഫ് ആസ്പിഡിൻ ആണ്. സിമന്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിൻ. ഗ്ലാസിന് നീല നിറം ലഭിക്കുന്നതിനായി ചേർക്കുന്ന മൂലകം ഏതാണ്? കൊബാൾട്ട്. ഗ്ലാസിന് നീല നിറം ലഭിക്കാൻ ചേർക്കുന്ന മൂലകത്തിന്റെ പേര് കൊബാൾട്ട് എന്നാണ്. ക്ലാസിപ്പേർ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? കയർ. ക്ലാസിപ്പേർ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? കയർ. ദേശീയ കൈത്തറി ദിനം എന്ന? ഓഗസ്റ്റ് 7. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 കേരള ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടപ്പള്ളിയിലാണ്. കേരള ഹിസ്റ്ററി മ്യൂസിയം ഇടപ്പള്ളി. കേരള ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. അടുത്ത കുറച്ച് എന്താണ് പറയുന്നത്? അത് നമ്മൾ പഠിക്കുന്നില്ല, കാരണം കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ്
ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അത് നമുക്ക് വേണ്ട. അതായത് 2018-19 ചോദിച്ചേക്കണം 20 ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അത് വേണ്ട കേട്ടോ. അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം ഏതാണ്? നെല്ല്. അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം ഏതാണ്? നെല്ലാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ടെൻഡൻ. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ ആണ്. നട്ടെല്ലിലെ ആദ്യ കശേരു അറിയപ്പെടുന്നത് അറ്റ്ലസ് എന്നാണ്. നട്ടെല്ലിലെ ആദ്യ കശേരു അറ്റ്ലസ് എന്നറിയപ്പെടുന്നു. വൃദ്ധഗംഗ ഏതാണ്? ഗോദാവരി. വൃദ്ധഗംഗ ഗോദാവരി. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? മോണോസൈറ്റ് ആണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ഏത് രാജ്യത്തിന്റെ വിമാന സർവീസ് ആണ് ബിമാൻ? ബംഗ്ലാദേശിന്റെ. അപ്പൊ ബിമാൻ ബംഗ്ലാദേശിന്റെ എന്താണ്? വിമാന സർവീസ് ആണ്. ലിറ്റിൽ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ലിറ്റിൽ നോബല് യുനെസ്കോ പീസ് പ്രൈസ് ആണ്. ലിറ്റിൽ നോബൽ ഏതാണ്? യുനെസ്കോ പീസ് പ്രൈസ് ആണ്. കോണിക്കൾച്ചർ എന്താണെന്ന്? കോണിക്കൾച്ചർ മുയൽ വളർത്തലാണ്. കോണിക്കൾച്ചർ മുയൽ വളർത്തൽ. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വ്യക്തി ആരാ? മാതാ അമൃതാനന്ദമയി. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വ്യക്തി മാതാ അമൃതാനന്ദമയി. യുവർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ എന്ന മുദ്രാവാക്യം ഏത് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെഡറൽ ബാങ്ക്. യുവർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ എന്ന മുദ്രാവാക്യം ഏത് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെഡറൽ ബാങ്ക്. കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പട്ടണം ഗുവാഹത്തി. കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്നത് ഗുവാഹത്തി. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1996 മാർച്ച് 14. 96 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? റെനെ ലെനക്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചു റെനെ ലെനക്. കാർൽ മാർക്സിന്റെ ജന്മദേശം ഏത്? ജർമ്മനിയാണ്. കാർൽ മാർക്സ് ജർമ്മനി. ഏത്തപ്പഴത്തിന്റെ ഗന്ധമുള്ള രാസവസ്തുവാണ് അമൈൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിന്റെ ഗന്ധമുള്ള രാസവസ്തുവാണ് അമൈൽ അസറ്റേറ്റ്. പടയണി എന്ന കലാരൂപം സ്ഥിതി ചെയ്യുന്നത് രൂപം കൊണ്ടത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. പടയണി എന്ന കലാരൂപം രൂപം കൊണ്ട ജില്ല ഏതാ? പത്തനംതിട്ട. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? പെപ്സിൻ ആണ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പെപ്സിൻ ആണ്. ആശ്ചര്യ ചൂടാമണി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ശക്തിഭദ്രൻ. ആശ്ചര്യ ചൂടാമണി എന്ന കൃതിയുടെ കർത്താവ് ശക്തിഭദ്രനാണ്. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയ വർഷം എന്നാണ്? 1921 സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയ വർഷം 1921. IT ആക്ട് ഭേദഗതി ചെയ്തത് എന്നാണ്? 2008. IT ആക്ട് ഭേദഗതി ചെയ്തത് 2008 കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിലാണ്? മരക്കുന്നം ദ്വീപിൽ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണ്. പഞ്ചമഹാതടാകങ്ങളിൽ ഏറ്റവും വലുത് സുപ്പീരിയർ തടാകമാണ്. പഞ്ചമഹാതടാകങ്ങളിൽ ഏറ്റവും വലുത് സുപ്പീരിയർ തടാകമാണ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കുന്നു. ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഭഗത് സിംഗ്. ഷഹീദ് ഇ അസം ഭഗത് സിംഗ്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി എന്ന് ആരംഭിച്ചു? 1972. ലക്ഷദ്വീപ് പദ്ധതി 1972 ആരംഭിച്ചു. ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ധോണി വെള്ളച്ചാട്ടം പാലക്കാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ബ്രിട്ടാനിയമാണ്. ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ബ്രിട്ടാനിയമാണ്. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് മിറർ. റിയർ വ്യൂ മിററിൽ കോൺവെക്സ് മിറർ. അരുവിക്കര ഡാം എവിടെയാണ്? കരമനയാറിൽ. അരുവിക്കര ഡാം എവിടെയാണ്? കരമനയാറിലാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം എന്നാണ്? 1968. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം UNOക്ക് സമർപ്പിച്ചത് 1968.
മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് എന്ന 2013 മെയ് 23. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് 2013 മെയ് 23. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂര്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇരവിപേരൂരാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇരവിപേരൂരാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? കല്ലടയാറ്. പുനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകെയാണ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 61. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 61 ഇലക്ട്രോണുകൾക്ക് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണം ഏതാണ്? ബീറ്റയാണ്. ഇലക്ട്രോണുകൾക്ക് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണം ബീറ്റയാണ്. സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റായ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഹരിപ്പൂരിൽ വെച്ചാണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് INC പ്രസിഡന്റായ സമ്മേളനം നടന്നത് ഹരിപ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് സർവീസ് ദാതാവ് BSNL. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് സർവീസ് ദാതാവ് BSNL ആണ്. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ. ഉത്സവ പ്രബന്ധം എന്ന കൃതിയുടെ രചയിതാവ് സ്വാതി തിരുനാൾ. ഉത്സവ പ്രബന്ധം എന്ന കൃതിയുടെ രചയിതാവ് സ്വാതി തിരുനാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയത് ആരാണ്? ഹക്കിം അജ്മൽ ഖാൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയത് ആരാണ്? ഹക്കിം അജ്മൽ ഖാൻ ആണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണ്? ആയൂബ് ഖാൻ ആണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആയൂബ് ഖാൻ. മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം നടത്തി മന്നത്ത് പത്മനാഭൻ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഭഗത് സിംഗിനെയാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആണ്. ചെമ്പ്ര കൊടുമുടി ഏത് ജില്ലയിലാണ്? വയനാട്. ചെമ്പ്ര കൊടുമുടി വയനാടാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് R വെങ്കിട്ടരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് R വെങ്കിട്ടരാമൻ. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെ ഡീബഗ്ഗിംഗ് എന്ന് വിളിക്കുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡീബഗ്ഗിംഗ്. ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം എവിടെയാണ്? ഇന്ദ്രാവതി നദിയിലാണ്. ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം ഇന്ദ്രാവതി നദിയിലാണ്. ഗവർണറായ ആദ്യ മലയാളി വനിത ആരാണ്? ഫാത്തിമ ബീവി ആണ്. ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി. ഇന്ത്യൻ ആർമിയുടെ പിതാവ് ആരാണ്? സ്ട്രിംഗർ ലോറൻസ് ആണ്. ഇന്ത്യൻ ആർമിയുടെ പിതാവ് സ്ട്രിംഗർ ലോറൻസ് ആണ്. അന്തർദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 12. അന്തർദേശീയ യുവജന ദിനം ഓഗസ്റ്റ് 12. മൊസാദ് ഏത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്? ഇസ്രായേൽ. മൊസാദ് ഏത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്? ഇസ്രായേൽ. കേക്കുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് സ്കോട്ട്ലൻഡ്. കേക്കുകളുടെ നാട് സ്കോട്ട്ലൻഡ് ആണ്. റഷ്യയുടെ പാർലമെന്റ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഡ്യൂമ. റഷ്യൻ പാർലമെന്റ് ഡ്യൂമ. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രം ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാവുന്ന ഏറ്റവും ചെറിയ അനുപാതം എത്രയാണ്? 15:10 സെന്റിമീറ്റർ ആണ്. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാവുന്ന ഏറ്റവും ചെറിയ അനുപാതം 15:10 സെന്റിമീറ്റർ ആണ്. ബൈനറി കോഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? യൂജിൻ പോൾ കുർട്ടീസ് ആണ്. ബൈനറി കോഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂജിൻ പോൾ കുർട്ടീസ് ആണ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരെന്ത്? ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേര് ബൂട്ടിംഗ് എന്നാണ്. ഒരു വെബ് പേജിലെ പ്രധാന പേജ് അറിയപ്പെടുന്നത് ഹോം പേജ് എന്നാണ്. ഒരു വെബ് പേജിലെ പ്രധാന പേജ് ഹോം പേജ് എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവയാണ്. മഞ്ഞ് തിന്നുന്നവൻ എന്ന് അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ചിനൂക്ക്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. ഉയർന്ന താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ. ഉയർന്ന താപം അളക്കാൻ പൈറോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. ഒരു വർഷത്തിലെ ഞാറ്റുവേലകളുടെ എണ്ണം എത്രയാണ്? 27. ഒരു വർഷത്തിലെ ഞാറ്റുവേലകളുടെ എണ്ണം 27 ആണ്. ധർമ്മരാജ നിരൂപണം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ധർമ്മരാജ നിരൂപണം എഴുതിയത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് 90 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള 90 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്നൊരു 4-5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി പഠിക്കുക. ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെടാച്ചൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിൽ ഷെയർ ചെയ്യുക. ആദ്യം
ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.